ഓക്കെ, ഇപ്പോൾ പോളിടെക്നിക്കിൻ്റെ X1 സപ്ലി ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, എക്സാമായി 17-ാം തീയതിയാണ് എക്സാം. അധികം സമയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എടുത്ത ക്ലാസ്സുകൾ ഞാനിപ്പോൾ ഡിഫറൻസിയേഷൻ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഐഡിയ ഉണ്ടാവട്ടെ, ജയിക്കാൻ എങ്ങനെയെങ്കിലും ഇപ്പോഴത്തെ സ്കീം പ്രകാരം 75% തോന്നുന്നു. ജസ്റ്റ് ഞാൻ അടുത്ത ക്ലാസ്സിൽ എത്ര മാർക്ക് വേണം എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം, എങ്ങനെ പാസ്സാവണം എന്നൊക്കെ കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഞാൻ പറഞ്ഞതിൽ ഞാൻ ട്രിഗണോമെട്രിയിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് മുഴുവൻ പഠിപ്പിക്കാനൊന്നും നമുക്ക് ടൈമില്ല. അപ്പോൾ അതുകൊണ്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഏകദേശം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഞാൻ ഓരോ ടൈപ്പുകൾ പറഞ്ഞത് എന്തൊക്കെ നമുക്ക് പഠിക്കുന്നത്. അപ്പോൾ അതിലൊന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് സൈൻ ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രിയുടെ വാല്യൂ തന്നാൽ sin A+B ഒക്കെ കാണാനും അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. സെക്കൻഡ് ടൈപ്പ് പ്രൂവ് ദാറ്റ് എന്നുള്ള റിസൾട്ടുകളായിരുന്നു. അതിൽ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. മൂന്നാമത്തെ ടൈപ്പ് നമ്മളിപ്പോൾ എടുത്തത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പോഴും ചോദിക്കുന്ന ഒരു ഇറ്റ് ഈസ് റെപ്രസെൻറ്റ് ഇൻ ദ ഫോം ഓഫ് r × sin x + α എന്ന ടൈപ്പായിരുന്നു. അതിനുശേഷം എപ്പോഴും പ്രൂവ് ദാറ്റ് sin 10 × sin 20 അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, = 1/8 എന്ന് പ്രൂവ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ 3 ടൈപ്പാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഓക്കെ, ഇനി ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്, ശ്രദ്ധിക്കുക, അതിൽ ഞാനൊരു ടോപ്പിക് ഞാനിപ്പോൾ എടുക്കുന്നില്ല. അതായത് sin 90 - θ അങ്ങനെ കുറേ ഫോർമുലാസ് പഠിക്കേണ്ടതുണ്ട്. അത് ഇപ്പോൾ സ്പീഡിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ പഠിച്ച് കൺഫ്യൂഷൻ ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് അടുത്തെടുക്കാൻ പോകുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ആൻഡ് സൊല്യൂഷൻ ഓഫ് ട്രയാങ്കിൾ എന്നാണ്. അപ്പോൾ ട്രയാങ്കിൾസിൻ്റെ ഉള്ളിൽ ട്രിഗണോമെട്രി റേഷ്യോസ് അപ്ലൈ ചെയ്തിട്ടുള്ള കുറച്ച് റിസൾട്ടുകളാണ്. അപ്പോൾ അതിന് കുറച്ച് 3 പ്രോപ്പർട്ടി ഉണ്ട്. സൈൻ റൂള്, കൊസൈൻ റൂള്, അതുപോലെ ടാൻജൻറ്റ് റൂള്. ആ 3 പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒന്നല്ല 2 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്നുള്ളതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഞാൻ ഒരു ട്രയാങ്കിൾ എഴുതി ABC എന്നുള്ള ഒരു ട്രയാങ്കിൾ എടുത്തു. അതിൽ ക്യാപിറ്റൽ A അതിൻ്റെ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ സ്മോൾ a കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ക്യാപിറ്റൽ B എന്നുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ സ്മോൾ b എന്ന് എഴുതുന്നു. ദെൻ ക്യാപിറ്റൽ Cയുടെ ഓപ്പോസിറ്റ് സൈഡിനെ C എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ആ എല്ലാ കോർണറും ജോയിൻ ചെയ്യുന്നവരിൽ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സെൻറ്ററിൽ നിന്ന് ഇതിലേക്കുള്ള സർക്കിളിൻ്റെ റേഡിയസ് ഇല്ലേ, ഇതിനെ നമ്മൾ സർക്കിൾ റേഡിയസ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ സർക്കിൾ റേഡിയസും അതുപോലെ ഈ എന്താ പറയുക ആംഗിളുകളും ഈ സൈഡുകളും തമ്മിലുള്ള കുറച്ച് റിലേഷൻസ് ഉണ്ട്. ആ ട്രിഗണോമെട്രി റേഷ്യോസ് ആണ് അത് വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ റിലേഷനാണ് നമുക്ക് യൂസ് ചെയ്യുന്ന ഫോർമുലാസ് ആണ്. അപ്പോൾ തൽക്കാലം ഞാൻ ഈ റിലേഷൻ 3 പറഞ്ഞിട്ട് നമുക്ക് ഓരോ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കുക. അതിൽ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്യാം, ബാക്കി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, പിന്നെ ഇന്നും നാളെ എല്ലാ വീഡിയോസും കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. കാരണം നമുക്ക് പഠിക്കാൻ ടൈം 3 ദിവസം കിട്ടേണ്ട അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ആദ്യം വരുന്ന റൂളാണ് സൈൻ റൂൾ. പ്രത്യേകിച്ച് അധികം നീട്ടി പറയുന്നില്ല, ചുമ്മാ ഫോമുല എഴുതിയിട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. സൈൻ റൂൾ എന്ന് പറഞ്ഞാൽ ഈ ABC എന്നുള്ള ഈ സൈഡുകളും അതുപോലെ ഈ ആംഗിളുകളും ഈ സർക്കിൾ റേഡിയസും തമ്മിൽ ഒരു റേഷ്യോ ഉണ്ട്. അതാണ് പറയുന്നത്. ഇതാണ് റേഷ്യോ. A/sin A = B/sin B = C/sin C. ശ്രദ്ധിക്കുക, മുകളിലെല്ലാം എന്താണ്? സൈഡുകളാണ്, താഴെ ആംഗിളുകളാണ്. = 2 × R, 2 × റേഡിയസ്. അതായത് അതിൻ്റെ ഓക്കെ 2R. ശരി തന്നെ. ഇപ്പോൾ ഇതാണ് റിലേഷൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്താ റിലേഷൻ അറിയാലോ? എന്താണെന്ന് അറിയാം. A/sin A എന്ന് വിളിച്ചാൽ 2R ആണ്. ഇത് 3 = 2R ആണ്. അപ്പോൾ A/sin A = 2R ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? A = 2R × sin A എന്ന് കിട്ടും. അതേപോലെ ഓരോ റേഷ്യോ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ b കാണാനെങ്കിൽ 2R × sin B എന്ന് എഴുതാം. സ്മോൾ c കാണാനോ 2R × sin C എന്ന് എഴുതാം. ഇതാണ് ഈ സൈഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അതെങ്ങനെയെന്നുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. തൽക്കാലം ഇതാണ് എൻ്റെ സൈൻ റൂൾ. കുറച്ച് സ്പീഡപ്പ് ആക്കുകയാണ്. ഓക്കെ, അടുത്തത് കൊസൈൻ റൂളാണ്. നെക്സ്റ്റ് കൊസൈൻ റൂൾ. കൊസൈൻ റൂളാണ് നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കൊസൈൻ റൂൾ നന്നായിട്ടൊന്ന് പഠിക്കണേ. അപ്പോൾ ഇതാണ് റിസൾട്ട്. അതായത് cos A =
സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2bc cos a. ഓക്കെ, എന്താണ് എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2bc cos a. ശ്രദ്ധിക്കുക, ബിയും സിയും രണ്ട് സൈഡുകൾ, എ എന്നുള്ള അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ, ബിയുടെ സിയുടെ ഇടയിലുള്ള ആംഗിൾ എ, ഇത് രണ്ടും കിട്ടിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? എ സ്ക്വയർ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് എ കാണാൻ പറ്റും. അതിനുള്ള റൂളാണ്. അതുപോലെ ബി സ്ക്വയർ ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഇത് അങ്ങോട്ട് കൊടുക്കുക, എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2ac കോസ് ബി, ക്യാപിറ്റൽ ബി. ഓക്കെ, മനസ്സിലായി? ഇതില്ലാത്ത ആൾ ഒഴിവാക്കിയാൽ മതി. അടുത്തത് സി സ്ക്വയർ നിങ്ങൾ എന്നെ പറയുന്നതായിരിക്കും. ഇപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ഇത് രണ്ടും 2ab ദെൻ സി അല്ല പറഞ്ഞത്, അപ്പോൾ കോസ് സി. ഇതാണ് എന്ത്? കൊസൈൻ റൂൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ടേമിനെല്ലാം ഇപ്പുറത്തെ സൈഡിലാക്കി കഴിഞ്ഞാൽ ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് കോസ് എ ഈക്വൽ ടു ഇതിങ്ങോട്ട് വരെ, അപ്പോൾ ആൻസർ വരുന്നത് കോസ് എ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2bc. ഇങ്ങനെ റിസൾട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വരുന്നുണ്ട്. ഞാൻ തൽക്കാലം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതുപോലെ കോസ് ബി ഈക്വൽ ടു ബി സ്ക്വയർ, ഇതിന് പകരം എന്താ വരിക? എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 2ac. അതുപോലെ കോസ് സി ഈക്വൽ ടു ഇതിൽ നോക്കാം, ഇതിന് രണ്ടിന് ഇത് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ബൈ 2ab. ഈ മൂന്ന് ഫോമിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. തൽക്കാലം ഒന്ന് നോട്ട് ചെയ്തിട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക, ഒരു പ്രോബ്ലം വരുമ്പോൾ നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക, ഇതിൽ പറയാൻ വിട്ടുപോയി, ഏരിയ ഓഫ് ട്രയാങ്കിൾ നമുക്ക് അറിയാവുന്ന ഫോമിലാണ്. വേറൊരു രീതിയിൽ കൂടി ഫോമിലുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അടുത്ത ടാൻജന്റ് റൂൾ കൂടി കഴിഞ്ഞിട്ട് പറയാം. ടാൻജന്റ് റൂളാണ് നെക്സ്റ്റ്, മൂന്നാമത്തെ റൂള് ടാൻജന്റ് റൂൾ. ടാൻജന്റ് റൂൾ ജസ്റ്റ് ഒന്ന് ഫോമിൽ പറയുന്നത്, അതായത് ടാൻ ബി മൈനസ് സി, ഇതിനെ നേപ്പിയേഴ്സ് ഫോർമുല എന്നൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. ടാൻ ബി മൈനസ് സി ബൈ 2 ഈക്വൽ ടു, ഇത് രണ്ട് ആംഗിളാണ്, ബി സി കുറച്ച് എന്താക്കി എഴുതിക്കോളൂ, ബി മൈനസ് സി ബൈ 2 ഈക്വൽ ടു ബി മൈനസ് സി ബൈ ബി പ്ലസ് സി ഇൻറ്റു കോട്ട് എ ബൈ 2. അപ്പം അടുത്തത് ടാൻ സി മൈനസ് എ ബൈ 2 ഈക്വൽ ടു എന്താ വരിക? സ്മോള് സി മൈനസ് എ ബൈ സി പ്ലസ് എ കോട്ട് ഇതിൽ രണ്ടിലില്ലാത്ത ബി ബൈ 2. ദെൻ ടാൻ എ മൈനസ് ബി ബൈ 2 ഈക്വൽ ടു, ഇത് രണ്ടും സ്മോൾ ആക്കിയിട്ട് എഴുതാം, എ മൈനസ് ബി ബൈ എ പ്ലസ് ബി ഇൻ്റെ കോട്ട് ഇത് രണ്ടില്ലാത്ത സി ബൈ 2. ഇതാണ് ടാൻജന്റ് റൂൾ കേട്ടോ. ഇത് ഒരു പ്രോബ്ലത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് കഴിഞ്ഞു, ഈ സൊല്യൂഷൻ ഓഫ് ട്രയാങ്കിൾ നോക്കുകയാണ്. അത് ഞാൻ ഏരിയയുടെ പ്രോബ്ലം ഞാൻ പിന്നീട് പറയേ, അതായിരിക്കും എല്ലാം കൂടി കൺഫ്യൂഷൻ ആവണ്ട. നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്? പ്രോബ്ലം ചെയ്യാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, സൊല്യൂഷൻ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ 3 ടൈപ്പ് എക്സാമിന് ഞാൻ പറഞ്ഞില്ല, ഞാൻ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. സൊല്യൂഷൻ ഓഫ് ട്രയാങ്കിളിൻ്റെ 2 ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. അതായത് സോൾവ് വിത്ത് ട്രയാങ്കിൾ എന്നാണ്. സോൾവ് വിത്ത് ട്രയാങ്കിൾ എന്ന് ഉദ്ദേശിച്ചത് ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡുകളും എഴുതണം. അതായത് സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി, അത് 3 നമ്മൾ കണ്ടെത്തണം. അതുപോലെ എല്ലാ ആംഗിളുകളും എഴുതണം, ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി. ഇത് കണ്ടാൽ എന്തായി? സൊല്യൂഷൻ ഓഫ് ട്രയാങ്കിൾ ആയി. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഹിൻറ്റ് അവർ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ 3 ടൈപ്പുകളാണ് നമുക്കുള്ളത്. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്, ടൈപ്പ് 1. ഒന്നാമത്തെ ടൈപ്പാണ്. ടൈപ്പ് 1 പറയുന്നത് 3 സൈഡുകൾ തരികയാണെങ്കിൽ ബാക്കിയുള്ള ആംഗിളുകൾ എങ്ങനെ കാണാമെന്നാണ്. അതായത് ഗിവൺ 3 sides, small a, small b, small c. ഓക്കെ, ഈ 3 സൈഡുകൾ തന്നാൽ ആംഗിളുകൾ എങ്ങനെ കാണാം?
അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വലിയ റിസ്ക് ഒന്നും ഇല്ല കേട്ടോ. കാൽക്കുലേറ്റർ വേണേ കൂട്ടാനും കുറയ്ക്കാനും സ്ക്വയർ ചെയ്യാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് കാൽക്കുലേറ്റർ വാങ്ങിക്കുക. പരമാവധി ഇപ്രാവശ്യം സപ്ലൈ എഴുതാൻ പോകുന്നവർ കാൽക്കുലേറ്റർ ആയിട്ട് പോകാൻ നോക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ തോൽക്കാൻ കാരണം ഇപ്പോഴത്തെ പിള്ളേരുടെ മെയിൻ പ്രശ്നമാണ് കൂട്ടാനും കുറയ്ക്കാനും ഒന്നും അറിയില്ല എനിക്ക്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് കാൽക്കുലേറ്റർ നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനും കാൽക്കുലേറ്റർ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ തൽക്കാലം കാൽക്കുലേറ്റർ വാങ്ങിക്കുക. എല്ലാവരും പറയും കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ അല്ല ബാക്കി ഇനി നമ്മുടെ ഡെയിലി ലൈഫിൽ PSC എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും കുഴപ്പമില്ല. ഇപ്രാവശ്യം മാത്സ് സപ്ലി ക്ലിയർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാൽക്കുലേറ്റർ വാങ്ങിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3 സൈഡുകൾ തന്നാൽ എന്ത് ചെയ്യാമെന്നാണ് ആംഗിളുകൾ കാണാം. അപ്പോൾ അതിന് ഞാൻ ഒരു ഫോർമുല എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൊസൈൻ റൂളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് കൊസൈൻ റൂളിൽ കോസ് A = എന്ന് ഫോർമുല എഴുതിയിട്ടുണ്ട്. കോസ് A = എന്തായിരുന്നു ഫോർമുല എഴുതിയത്? B² + C² - A² / 2BC. ഇതായിരുന്നു കൊസൈൻ റൂളില് കോസ് എയുടെ ഫോർമുല ഞാൻ നേരത്തെ പറഞ്ഞത്. അതിൽ A ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ A കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ കോസ് ഇൻവേഴ്സ് ഇങ്ങോട്ട് കൊടുത്താൽ മതി. അതായത് കോസ് ഇൻവേഴ്സ് B² + C² - A² / 2BC. ഓക്കെ, അതേപോലെ B കിട്ടാൻ എന്താ വരിക? അപ്പോഴും കോസ് ഇൻവേഴ്സ്. ശ്രദ്ധിക്കുക, ഇതെന്ത് വരും? B വരുമ്പോൾ മനസ്സിലായി, B വരുമ്പോൾ മൈനസിൻ്റെ അവിടെ B² എഴുതിയാൽ മതി. അതായത് A² + C² - B² / 2AC. B ഇല്ലാത്തത് അല്ല. ദെൻ C കിട്ടാനോ? കോസ് ഇൻവേഴ്സ്. അതായത് അപ്പോൾ ഇവിടെ -C² എന്നാക്കിയാൽ മതി. A² + B² - C² / 2AB. അപ്പോൾ ഇതാണ് ഫോർമുല. ശ്രദ്ധിക്കുക, കൊസൈൻ റൂളിലെ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. അവസാനം കോസ് ഇൻവേഴ്സ് കാണാൻ സയന്റിഫിക് കാൽക്കുലേറ്റർ അത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതില്ലാത്തവർ ഇതുവരെ എനിക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റൻ 5 മാർക്കൊക്കെ തരാറുണ്ട് കേട്ടോ. ഓക്കെ, ഫോർമുല ഒക്കെ എഴുതി വെച്ച് പ്രോബ്ലം ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്കൊക്കെ കുറയ്ക്കുള്ളൂ. കുഴപ്പമൊന്നുമില്ല, അത് മതി നമുക്ക്. അപ്പോൾ ശ്രദ്ധിക്കുക, കൊസൈൻ റൂളാണ് ഈ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാക്കണേ. ക്വസ്റ്റ്യനിൽ 3 സൈഡുകൾ തരും. ABC എന്നുള്ള സൈഡുകൾ തരും. അപ്പോൾ നമ്മൾ ആംഗിളുകൾ കാണാൻ വേണ്ടിയിട്ട് ഈ ഫോർമുലാസ് യൂസ് ചെയ്യുന്നത്. വലിയ റിസ്ക് ഒന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതി ചെയ്യണേ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യിക്കുന്നുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ആൻസർ ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. given 3 sides, solve the triangle ABC. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, സോൾവ് ട്രയാങ്കിൾ ABC. അതിൻ്റെ മീനിങ് എല്ലാം കണ്ടുപിടിക്കണം. given A = 4 cm, B = 5 cm and C = 7 cm. എയും ബിയും സിയും തന്നിട്ടുണ്ട്. സോൾവ് ദി ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C കാണാണ്. അപ്പോൾ ചുമ്മാ വെറുതെ ആൻസർ given that എന്നൊക്കെ പറഞ്ഞ് തുടങ്ങണേ. അതായത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? given that എന്ന് പറഞ്ഞ് ആൻസർ എഴുതിക്കുക. അതായത് ക്വസ്റ്റ്യൻ അതുപോലെ എഴുതിക്കാനല്ല, തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തിരിക്കുക. given that ഇതൊക്കെ തന്നിട്ടുണ്ട്, വേണമെങ്കിൽ അതൊരു ബോക്സിലൊക്കെ ആക്കി വയ്ക്കുക. നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എയുടെ ഫോർമുല എഴുതുക. A = ഫോർമുല എന്താണ്? കോസ് ഇൻവേഴ്സ്. ശ്രദ്ധിക്കുക, ഫോർമുല ഞാൻ പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നു. A ആണെങ്കിൽ -A² ആണ്, B ആണെങ്കിൽ -B² ആയിരിക്കും, C ആണെങ്കിൽ -C². അപ്പോൾ ഇവിടെ മൈനസിൻ്റെ അവിടെ A² ആണ്. ബാക്കിയുള്ളടത്ത് എന്താ വരിക? മറ്റാൾക്കാർ ആരൊക്കെയാ? B² + C² - A² / 2BC. ഇവിടെ മാത്രം -A². അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാര്യം കഴിഞ്ഞു. കോസ് ഇൻവേഴ്സ് B² എത്രയാണ്? 5² + 7² - A എന്ന് പറഞ്ഞാൽ 4² / 2 × 5 × 7 = കോസ് ഇൻവേഴ്സ്. ഇവിടെയാണ് നമ്മൾ കാൽക്കുലേറ്ററിൻ്റെ യൂസ് വരുന്നതെന്ന് പറയുന്നത്. ഈ സയൻറ്റിഫിക് ആണെങ്കിൽ നമുക്ക് എല്ലാം ഒറ്റയടിക്ക് ടൈപ്പ് ചെയ്യാം. അതായത് ഒരുമിച്ച് 5² + 7² - 4². സയൻറ്റിഫിക് ആണെങ്കിൽ കുറച്ച് എളുപ്പമാണ്. മുകളിൽ ഒറ്റയടിക്ക് 58 കിട്ടും. അല്ലാത്തവർ സ്ക്വയർ ചെയ്യണേ. അതായത് 25 + 49 - 16 അങ്ങനെ കൊടുക്കണേ. ബൈ താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 5 × 7 = 70 = cos inverse 58/70.
ആൻസർ 0.8285 714286. സയൻറ്റിഫിക് ആയതുകൊണ്ട് എഴുതിയാണ്. അപ്പോൾ കാൽക്കുലേറ്റർ, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഇല്ലാത്തവരെ ഇതുവരെ എഴുതിക്കാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. കോസ് ഇൻവേഴ്സ് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ കോസ് ഇൻവേഴ്സിന് ഇതിൽ കോസ് ഇൻവേഴ്സ് കാണണേ. അപ്പോൾ ഇതിൽ കോസ് ഇൻവേഴ്സ് ആൻസർ എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കണേ. ഇവിടെ ഷിഫ്റ്റ് കോസ് ഇൻവേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. കോസ് ഇൻവേഴ്സ് 0.828571. ഞാൻ ഫുൾ അടിക്കുന്നുണ്ട്. 4286 റൗണ്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. കാൽക്കുലേറ്റർ ഉള്ളതിൽ ഫുൾ അടിക്കുന്നത്. അപ്പോൾ ഇതിൽ കിട്ടിയേക്കുന്നത് ഇങ്ങനെയാണ് 34.04773237. ഇതാണ് കാൽക്കുലേറ്റർ കിട്ടിയത് എനിക്ക്. അതിന് ഡിഗ്രി ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അതിന് ഡിഗ്രി ആക്കാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അയ്യോ, ഈ കാൽക്കുലേറ്റർ പുതിയൊരു കാൽക്കുലേറ്റർ ആണ്. ഇതിൻ്റെ ഓപ്ഷൻസ് ഓക്കെ, ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഒരു ഡിഗ്രി, മിനിറ്റ്, സെക്കൻഡുകൾ ഇങ്ങനെ ഉണ്ടാവേ കാൽക്കുലേറ്ററിൽ. ഇങ്ങനെ ഒരു കുത്ത്, പിന്നെ ഇങ്ങനെ ഇത് ഡിഗ്രിയാണ്, ഇത് മിനിറ്റ്, പിന്നെ സെക്കൻഡ്, ഇങ്ങനെ ഒരു കുത്തുകൾ ഉണ്ടാവും ഇവിടെ കാൽക്കുലേറ്ററിൽ 3. അതൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ആൻസർ ഇതാണ് 34 ഡിഗ്രി 2 മിനിറ്റ് 51.84 സെക്കൻഡ്. ഓക്കെ, ഇങ്ങനെ എഴുതി വെക്കേണ്ട. ഇതാണ് കോസ് ഇൻവേഴ്സ്. എയുടെ വാല്യൂ കിട്ടി. അപ്പോൾ കുറച്ച് പണികളുണ്ട്. ഓക്കെ, പെട്ടെന്നൊന്നും കിട്ടില്ല. എങ്കിലും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഫോർമുലാസ് പിടിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തത് ബിയുടെ ഫോർമുല എഴുതാണ്. ഓക്കെ, ഞാനിപ്പോൾ എഴുതേണ്ടതിട്ടാണ് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ബി കിട്ടാൻ വേണ്ടിയിട്ട് ഫോർമുല കോസ് ഇൻവേഴ്സ്. ബി വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൈനസ് ബി സ്ക്വയർ. ബാക്കി ഇവിടെ എന്താ വരിക? എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ബൈ 2ac. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 4 സ്ക്വയർ പ്ലസ് സി 7 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ബൈ 2 × 4 × 7. ആൻസർ മുകളിൽ വരുന്നത് 4 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ഈക്വൽ ടു 40 ബൈ 2 × 4 × 7 equal to 56. 40 by 56 equal to 0.7142857143. ഞാനെല്ലാം എഴുതിയിട്ടുണ്ട്. അതിന് കോസ് ഇൻവേഴ്സ് കണ്ണാണ്. ആൻസർ 44.4153086 ആണ്. ഞാനതിനെ ഡിഗ്രിയിലാക്കുന്നു. 44 ഡിഗ്രി 24 മിനിറ്റ് 55.11 സെക്കൻഡ് കേട്ടോ. ഇങ്ങനെയാണ് ബിയുടെ വാല്യൂ വരുന്നത്. ശ്രദ്ധിക്കുക, വർക്കൗട്ട് ചെയ്യുക. കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ എന്തെങ്കിലും ഡൗട്ട് വരാമെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ തരാം, അതിൽ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുന്ന 9020304849. ഓക്കെ, അടുത്ത സി കാണാണ്. സി ഈക്വൽ ടു എന്താ വരും ഇവിടെ ഫോർമുല? ഓക്കെ, ഫോർമുല വരുന്നത് സി വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൈനസ് സി സ്ക്വയർ. അപ്പോൾ ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ 2ab. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ ബൈ 2 × 4 × 5. 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ മൈനസ് 8 ആണ് വന്നത്. ഓക്കെ ആണോ? ഇങ്ങനെ ചെയ്താലും മതി. അല്ലെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട്. നമുക്കറിയാം എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 180 ആണ്. അപ്പോൾ സി ഈക്വൽ ടു 180 മൈനസ് എ മൈനസ് ബി. ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പോൾ തൽക്കാലം ഇത് ആയതുകൊണ്ട് തൽക്കാലം ഇതും കൂടി ചെയ്യാൻ കേട്ടോ, കുഴപ്പമില്ലല്ലോ. -8 by 2 × 4 × 5 40 -8 by 40
അപ്പോൾ ആൻസർ 8/40. 0.2 ആണ് മൈനസ് 0.2 cos inverse 50 cos inverse minus 0.2. ആൻസർ 101.536959 എന്നാണ് കിട്ടിയത്. അതിനെ ആംഗിൾ ആക്കുമ്പോൾ 101 degree 32 മിനിറ്റ് 13.05 സെക്കൻഡ് കേട്ടോ. അല്ലെങ്കിൽ ഈ മോഡൽ ചെയ്താൽ അതന്നെ ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, എങ്ങനെയായാലും കുഴപ്പമില്ല. അതായത് 3 ആംഗിൾ കൂടി കൂട്ടുമ്പോൾ 180 ഡിഗ്രി അല്ലേ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ കിട്ടാൻ 180 മൈനസ് എ മൈനസ് ബി ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യുക, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടൈപ്പ്. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് 2 സൈഡും ഒരു ആംഗിളും വരുന്നത് നോക്കാം. കാരണം ഇത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ നിൽക്കുന്നത്. ഓക്കെ, ബൈ ബൈ.